സൗദിയിലിരുന്നു കൊണ്ട് ഒരു വൃത്തികേട് പറഞ്ഞ ഒരു കാസോളിയെ പിടിച്ചിട്ടുണ്ട് പോലീസ്. എനിക്ക് ഇന്നലെ മെനങ്ങാന്നത് ഷെയർ ചെയ്ത് വന്നപ്പോൾ ഞാൻ ഞെട്ടിയിരിക്കുകയായിരുന്നു. ഇത് നമ്മൾ എന്ത് അഭിപ്രായം പറയൂ എന്നുള്ളതാണ്. റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഈസി ഗോ അല്ല. ഇതിനെയൊക്കെ റിയാക്ട് ചെയ്ത് നമ്മുടെ നാവിൽ നല്ല വികട സരസ്വതി വരേണ്ടി വരും. നല്ല ഭാഷയിലേ പറയാൻ പറ്റുള്ളൂ. മര്യാദയ്ക്കോ മാനേഴ്സോട് കൂടി ഉമ്മാരുടെ അടുത്തൊന്നും പെരുമാറാനോ സംസാരിക്കാനോ പറ്റത്തില്ല. അത്രത്തോളം വൾഗാരിറ്റി ഉള്ളവർക്ക് മാത്രം പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്. ഇപ്പോൾ എക്സ് മുസ്ലിംസ് ഇസ്ലാമിയർക്കെതിരെ പറയുന്നത് പോലെയല്ല മറ്റൊരു മതവിശ്വാസി ഇരുന്നുകൊണ്ട് ഈ വൃത്തിയായിട്ട് പറയുന്നത്. പ്രത്യേകിച്ച് ഓർത്തു വയ്ക്കണം, ഇസ്ലാമിക രാജ്യത്തിരുന്നു കൊണ്ട് ശരിയാണ്, അവരുടെ തൊഴിലില്ല, അവരുടെ എഫേർട്ടിനാണ് അവർ ശമ്പളം കൊടുക്കുന്നത്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഓർത്തോണം, പ്രിയോറിറ്റി കൊടുക്കുന്നത് അവരുടെ വിഭാഗത്തിലുള്ള ആൾക്കാർക്കല്ലാതെ ഇത്തരക്കാർക്കും അവർ അക്സെപ്റ്റൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ മാനസിക വലിപ്പത്തിനെ മനസ്സിലാക്കാതെ അവരെ ഏറ്റവും മ്ലേച്ഛമായ തരയിൽ അവഹേളിക്കാൻ കിട്ടുന്ന ഒരു കാര്യം പോലും, അതിൽ കുഞ്ഞുങ്ങളെ പരാമർശിക്കുമ്പോൾ പ്രശ്നം പോലും അപ്പോൾ പോലും അങ്ങനെ ഒരു ഇതില്ലാതെ ചെയ്തിട്ടുള്ള ഈ വൃത്തികെട്ടവന് സത്യം പറഞ്ഞാൽ അവിടുന്ന് കടത്തിവിടരുത്. കാരണം അവ ഇവിടെ വന്നാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇതിനെക്കാട്ടി വൾഗാരിറ്റി ആയിരിക്കും. നമ്മുടെ നാട്ടിൽ വന്നാലും നാട്ടിലുള്ള സാധാരണ മനുഷ്യരെ നശിപ്പിക്കാൻ തക്കവണ്ണമുള്ള വൃത്തികേടുക പൊലമ്പാനായിരിക്കും ഇങ്ങോട്ടും കൂടെ തള്ളിക്കൊണ്ടുവരിക. ഇത്തരക്കാരെ അകറ്റി നിർത്തുക തന്നെ വേണം. ഏതായാലും വിഷയത്തിനാസ്പദമായ കാര്യം സംഭവിച്ചത് സൗദിയിലാണ്. ഈ ആക്സിഡന്റ് നടന്നത് ദുബായിലാണ്. 4 കുട്ടികൾ മരണപ്പെട്ടു പോയി. അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അറിവ്. അപ്പം അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അതിനെ ചൊല്ലി സോഷ്യൽ മീഡിയ മൊത്തം, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് നടക്കുന്നുണ്ട്. ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. കുട്ടികളെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം. ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോവുക. ഗൾഫിലൊക്കെ ഒരു ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സിവിയർ ആയിരിക്കും. കുഞ്ഞുങ്ങൾ എത്ര സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞാലും പൂ പോലെയാണ്, അത് പൊടിഞ്ഞങ്ങ് പോകും വണ്ടിയൊക്കെ. അമ്മാതിരി എത്ര സ്പീഡിൽ വരുന്ന വണ്ടിയാണ്, 100-120 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. ആക്സിഡൻറ്റ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഒരാൾ പോലും മിച്ചം കിട്ടത്തില്ല എന്നുള്ളതാണ്. കുട്ടികൾ മരണപ്പെട്ടത് ഭയങ്കര വേദനയുള്ളതാണ്. പക്ഷെ അതിന് ഇവനിട്ട പോസ്റ്റ് അതാണ് വൈറൽ. കമൻസ് ആണ് കേട്ടോ. ജോസഫ് ബെന്നി എന്നാണ് പേര്. കാസോളിയ. പന്നി പെറ്റുണ്ടാകുന്നത് പോലെ കുറയണം. അപ്പോൾ ഇവനെ പെറ്റത് പിന്നെ പട്ടിയായിരിക്കും. ചത്തൊടുങ്ങിയാൽ എന്താ, ഇനിയും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവനെ സത്യം ഇവനെങ്കിൽ തച്ചു കൊല്ലുക. കാരണം ഇവൻ്റെ തള്ളയ്ക്കും തന്നെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക, നിങ്ങൾ പട്ടി പെറ്റത് കണക്ക് പെറ്റതല്ലേ. അത് തന്നെ നമ്മൾ ഏറ്റവും വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു മൃഗത്തിൻ്റെ പേര് ചേർത്ത് നമ്മളെ പറയുമ്പോൾ ഒരു സുഖം കിട്ടുന്ന ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്ത് തോന്നിവാസം എഴുതി വെച്ചാലും പ്രത്യേകിച്ചൊന്നും ഉണ്ടാകില്ല എന്നുള്ള ധാരണയും ഉണ്ട് ഇവർക്ക് ഇതിനൊക്കെ വഴിവെട്ടി കൊടുക്കുന്നത്. ജോസഫ് ബെന്നിയുടെ ഈ ഒരു വിഷയം, അബുദാബിയിൽ 4 കൊച്ചു കുട്ടികൾ അവർ മരിച്ചു, അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഇവൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ ഈ വിഷയം എടുക്കാനുള്ള കാരണം അതെന്നറിയാമോ? ഇതിൻ്റെ മുഴുക്ക ഉത്തരവാദി എന്ന് പറയുന്നത് ഇവൻ മാത്രമല്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പം സനാതന മർമ്മം എന്ന് പറയും, കാസയ്ക്ക് തനിയെ ഒരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പുകളൊക്കെ നമ്മളൊന്ന് കയറി നോക്കണം. എജാതി വർഗീയതയാണ് സ്പ്രെഡ് ചെയ്യണമെന്നറിയാമോ? ഈ ഒരു വിഭാഗം അസൂയ മൂലമാണ് മറ്റവരെ അഡ്രസ്സ് ചെയ്യുന്നത്. മുൻകാലഘട്ടങ്ങളിൽ ഇവർ മാത്രമായിരുന്നു കുറച്ച് റിച്ച് ലെവലിൽ നിന്ന്. ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ക്രിസ്ത്യാനികൾക്കാണല്ലോ കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഏറ്റവും കൂടുതൽ ഭൂസ്വത്ത് അവർ കൈയടക്കി വെച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നത് മാറി. മുസ്ലിംസൊക്കെ അത്യാവശ്യം കച്ചവടം, അതിന് കൂടുതൽ എഡ്യൂക്കേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് നല്ല ഫിനാൻഷ്യൽ സ്റ്റാറ്റസായി നന്ന രീതിയിൽ അവർ കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ മദ്യം, മദിരാക്ഷി എന്നിവയിൽ അവർ കൽപ്പിക്കുന്ന ഒരു വിലക്കുണ്ടല്ലോ. മതബോധം കൂടി വരുമ്പോൾ അവർ ഈ ഒരു മതത്തിന് ദീക്ഷമാരെന്ന് പറഞ്ഞു കൊടുക്കുന്ന ചില രീതികളുണ്ട്. ഇതൊക്കെ അവർ വേണ്ട എന്ന് വെക്കുന്നിടത്ത് ധൂർത്തും മാർപ്പാടങ്ങളും ഒക്കെ കുറയ്ക്കുന്നിടത്ത് അവരുടെ ഉള്ളിലേക്ക് ക്യാഷ് വരികയും അതുകൊണ്ട് തന്നെ സമൂഹ നന്മയ്ക്കായി അവർ ചിലവാക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ടാക്സ് അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു വലിയ സംഭവം ഒന്നും പറയാൻ വന്നതല്ല. പക്ഷെ എന്നിരുന്നാലും അവരെങ്ങനെ ഫിനാൻഷ്യലി സ്ട്രെങ്ത് ആയി എന്നുള്ളതിൻ്റെ ഒരു ബേസിക് തിയറി പറഞ്ഞു വന്നേ ഉള്ളൂ. അത് ഉണ്ടാക്കിയെടുത്തത് അവരുടെ കഴിവാണ്. ആ കഴിവിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇല്ല ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അതിന് പകരം അവരുടെ അസൂയയോടുകൂടി നോക്കുക മാത്രമല്ല, അവരുടെ ആ രീതിയെ എങ്ങനെയൊക്കെ അവഹേളിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ധാഷ്ട്യം നിറഞ്ഞ മനോഭാവം ഇത്തരം വൃത്തികെട്ട ജന്മങ്ങളുടെ ഉള്ളിലുണ്ട് കേട്ടോ. ആ ഒരു വൃത്തികേടാണ് അവനെ കൊണ്ട് ഈ കമൻറ്റ് എഴുതിപ്പിച്ചത്. നമ്മൾ മറ്റൊരു കുഞ്ഞുങ്ങളെ, അതായത് ഇപ്പോൾ 4 കുട്ടികൾ മരണപ്പെട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഈ പറഞ്ഞ മാതാപിതാക്കളോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ട് നമ്മൾ ആ കുട്ടികളെ പത്ത് പറയണത് പോലെ അല്ല. മരിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങളും മക്കളുടെ നഷ്ടം സഹിക്കാൻ വയ്യാതെ പ്രാണവേദനയോടെ ഇരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സമ്മതി കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ ഇവൻ്റെ ഒരു ധൈര്യം ഒന്ന് ആലോചിച്ച് വയ്ക്കണം. വിനാശകാല വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ പ്രാവർത്തിയായത്. എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും എന്നെ ഡീപ്പോർട്ട് ചെയ്യും. പിന്നെ ഒരു സാധനമുണ്ട്, ഇവനെയൊക്കെ ഡീപ്പോർട്ട് ചെയ്ത് നേരെ വന്നിറങ്ങുക ഇന്ത്യയിലേക്കാണ്. ഇനി ഇവിടെ ഇരുന്നുകൊണ്ട് കാസത്തരം കാണിക്കുമെന്നുള്ളതാണ്. ഈ ഒരു വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്.
ഇങ്ങനെ ചെയ്യുന്ന വർഗീയത പരത്തുന്ന കുറേ വൃത്തികെട്ട വിഭാഗങ്ങളുടെ ഒരു ചിന്ത എന്താണെന്നറിയാമോ? നമ്മൾ ശരിയാണ്, നമ്മളുടേതാണ് ശരി എന്നൊരു തോട്ടാണ്. ഒരിക്കലുമല്ല. നിന്റെ ശരികൾ മറ്റൊരാൾക്ക് തെറ്റായിരിക്കാം, അവരുടെ തെറ്റുകൾ നമുക്ക് ശരിയായിരിക്കാം. അത് അങ്ങനെയാണ്. നന്മകൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ ആർക്കും ഒരു ദ്രോഹവും ഇല്ല. അവരെ കൊന്നാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്നത് കാട്ടുനീതിയാണ്. ഇവിടെ ആരും കാട്ടുവാസികളില്ലല്ലോ. അങ്ങനെ ചെയ്യരുതെന്നുള്ളതാണ്. ആഹാരത്തിന് വേണ്ടിയിട്ട്, ഭക്ഷിക്കാൻ വേണ്ടി വേട്ടയാടുന്നത് നിർത്തി ഇപ്പം വിനോദത്തിന് വേണ്ടിയിട്ട് വേട്ടയാടുന്ന ഒരു ലെവലിലേക്ക് ആളുകളുടെ മനഘടന എത്തി എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. ഇത്തരത്തിൽ വൃത്തികേടുകൾ എഴുതി വെക്കുന്നവർക്ക് മാതൃകാപരമായ ശിക്ഷയാണ് കൊടുക്കേണ്ടത്. സൗദി ഗവൺമെൻറ് കണക്കായി ചെയ്യണമെന്നുള്ളതാണ്. ഇവനെ എന്ത് ചെയ്താൽ മുഴുക്കൂന്ന് അറിയത്തില്ല. ഒരാളുടെ മരണം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മരണം, മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ആ ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ, പിന്നെ ജീവിച്ചെന്ത് അർത്ഥമെന്നൊരു തോന്നലിരിക്കുന്നവർക്ക് ഇങ്ങനൊരു കമൻറ്റും കൂടെ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ആലോചിക്കാം. പന്നി എന്താ പ്രസവിച്ചത് കുഴപ്പമാണെന്നാണ് പറയുന്നത്. എന്താണ് അതിനെ വെച്ചൊരു കമ്പാരിസൺ നടത്തുന്നത്? അപ്പോൾ അത്രയും വേദന അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇവരുടെ ഉള്ളിലുള്ള ഒരു തോന്നൽ എന്തെന്ന പന്നി എന്ന് പറയുന്നത് നമുക്കെന്തോ ഒരു നികിഷ്ട ജീവിയായിട്ട് ഒന്നുമല്ല. അതിനെ കഴിക്കുന്നത്, അത് ഭക്ഷിക്കുന്നത് വിസർജ്യമാണ്. വിസർജ്യം ഭക്ഷിക്കുന്നവകളെ കഴിക്കാതിരിക്കുക എന്നുള്ളത് വൃത്തിയുള്ള മനസ്സിൻ്റെ ഉടമകളുടെ ഒരു രീതിയാണ്. അതിനകത്തൊരു മതം കുത്തിക്കയറ്റി അവരതിനെ മറ്റൊരു രീതിയിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് അതിനെപ്പറ്റി പറയേണ്ടി വരുന്നത്. പന്നി പെറ്റതുപോലെ ഇങ്ങനെയൊക്കെ എന്താണ്. അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും 4, 5, 6, 8, 10 മക്കളെ പ്രസവിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഒരു സമയത്തെ കാലഘട്ടത്തെ രീതികളായിരുന്നു. പ്രസവിക്കുന്നത് ഒരു കുറ്റമായി കൺസിഡർ ചെയ്യുക, അതിനെ പന്നിയോട് കമ്പാരിസൺ നടത്തുക, അത് ഇവിടെയുള്ള വർഗീയവാദികളെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. ഇതിനൊക്കെതിരെ കർശനമായ നടപടി എടുക്കണം. ഇതിപ്പോൾ സൗദി ആയതുകൊണ്ട് എടുക്കുന്നു, കേരളത്തിൽ പിന്നെ ഇത് നിർബാധം നടക്കുകയാണ്. എന്തൊക്കെ വൾഗാരിറ്റികളാണ് എഴുതുന്നത്. ഇത്തരക്കാരെ കണ്ടെത്തിയാൽ അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം. അതാണ് ഏറ്റവും നല്ല മറുപടി. അല്ല ജയിലിലിടുക, 2 ഇടിയിടിക്കുക, ഇതൊന്നുമല്ല. സൊസൈറ്റിയിൽ ഒറ്റപ്പെടുത്തണം. നീ ഒരു നികിഷ്ട ജന്തുവാണ്. നിന്റെ മനസ്സിലുള്ള വൾഗാരിറ്റി ഇത്രത്തോളം ഉണ്ടെങ്കിൽ നീ ഞങ്ങൾക്കൊപ്പം സഹകരിക്കണം, നീ നീങ്ങി നില്ല് എന്ന് പറയാനുള്ള ആർജവം ഇവിടെയുള്ള ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അതിൽ കൂടെയാണ് നമുക്ക് ഇത്തരക്കാർക്ക് മറുപടി കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. കണ്ടപ്പോൾ ഇതിനെ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം. 2 ദിവസമായി സംഭവം നടന്നിട്ട് എൻ്റെ കയ്യിൽ ഇത് വരുമ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അറിയുന്നത് ഇവനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് അവനെ ഡീപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇന്ത്യൻ നാഷണൽ ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ഇടപെടും. പ്രത്യേകിച്ച് ഇത് വേറൊരു പ്രശ്നത്തിലേക്ക് പോവാതിരിക്കാൻ സൗദി ഗവൺമെൻറ് ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ തന്നെ മതി അവനെ കടത്തി വിടുക. ഇവിടെ വന്നാൽ ഈ സൊസൈറ്റിയിൽ ഇവൻ്റെ ഫേസ്, ഞാൻ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, ഇവനെ ഒരു മനുഷ്യരും അടുപ്പിക്കരുത്. ഈ നാറിയെ ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും കൊടുക്കരുത്. നാറിയെ ഈ മരിച്ചു നിൽക്കുന്ന കുട്ടികളെ നോക്കി ഇത്ര വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ഇവനെ ഒരു കാരണവശാലും ഒരാളും അടുപ്പിക്കരുതെന്നാണ് പറയുന്നത്. ഇത്രയും വൾഗാരിറ്റി നിറഞ്ഞ മനുഷ്യരുണ്ടോ എന്നുള്ളതാണ്. ശത്രുതയൊക്കെ വരാം, നമുക്ക് രാഷ്ട്രീയപരമായ എതിർപ്പുകൾ, വിയോജിപ്പുകളൊക്കെ നമുക്ക് പല രീതിയിലും വരാം. പക്ഷെ അതിന് ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ പറയാൻ തോന്നുന്നു. എൻ്റെയൊക്കെ ഉള്ളിൽ അത്രത്തോളം വിഷമാണ് എന്നാണ് മനസ്സിലാകുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.